കണ്ടുമുട്ടിയ വ്യക്തികളിൽ എന്നും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഫ്രീജോ പാറക്കലച്ചൻ്റേത്. ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ തനിമയെക്കുറിച്ച് ആഴമേറിയ അവബോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. നല്ലൊരു പരിശീലകനും നലം തികഞ്ഞൊരു അധ്യാപകനുമാണ് ബഹുമാനപ്പെട്ട ഫ്രീജോ അച്ഛൻ. ദർശനങ്ങളിൽ വ്യക്തതയുണ്ട്, പ്രവൃത്തികളിൽ സമർപ്പണ ബോധമുണ്ട്. എന്നും എല്ലാവർക്കും തീക്ഷ്ണത നൽകുന്ന ഒരു ജീവിതശൈലിയുടെ ഉടമയായി മേരിമാത മേജർ സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലം പൂർത്തിയായി. ഏറെ സന്തോഷത്തോടെ കൃതജ്ഞതയോടുകൂടെ ബഹുമാനപ്പെട്ട ഫ്രീജോ അച്ഛന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട ഫ്രീജോ അച്ഛനെ, പോറ്റി വളർത്തിയ അമ്മയെ വിട്ടുപിരിയുന്ന നൊമ്പരത്തോടെയാണ് മേരിമാത എന്ന കുഞ്ഞ് ഇതെഴുതുന്നത്. ഈറനണിയാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നേക്കാം, എങ്കിലും തുടരുകയാണ്. ഒരുപാട് പേരുടെ പൗരോഹിത്യ നാമ്പുകൾക്ക് ഉയിരേകിയ അച്ഛൻ ഇന്ന് മേരിമാതയുടെ ശിഖരത്തിൽ നിന്ന് പറന്നകലുകയാണ്. ഗൗരവമുള്ള അച്ഛൻ്റെ മുഖം തെല്ലൊന്ന് ഭയപ്പെടുത്തുന്നതാണെങ്കിലും ആ സ്നേഹവാത്സല്യത്തിന് മുമ്പിൽ കീഴടങ്ങാത്തതായി ആരാണുള്ളത്? വൈകിയ രാത്രികളിലും ഒരു വിശുദ്ധ ആത്മാവിനെ പോലെ സക്രാരിയിൽ കണ്ണും നട്ടുള്ള അച്ഛൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങൾ ആരിലും ദൈവസാന്നിധ്യ സ്മരണ ഉയർത്തുന്നതാണ്. കളിസ്ഥലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു അച്ഛനെന്നും. അച്ഛൻ കൈവയ്ക്കാത്ത കളി അരങ്ങുകളില്ല എന്നതാണ് വാസ്തവം. കളിക്കുമ്പോഴും കളി കാണുമ്പോഴും അച്ഛൻ പ്രകടിപ്പിക്കുന്ന ഉത്സാഹവും ചടുലതയും ഞങ്ങളെ കുറച്ചൊന്നുമല്ല വെല്ലുവിളിച്ചത്. അച്ഛൻ അർപ്പിക്കുന്ന ഓരോ ദിവ്യബലികളുടെയും ആരംഭത്തിൽ എപ്പോഴും ഒരു ദൈവവചനം പങ്കുവയ്ക്കുന്നത് വചനത്തോടുള്ള അച്ഛൻ്റെ നിഷ്കളങ്കമായ ആഭിമുഖ്യം തന്നെയാണ് തുറന്നുകാട്ടുന്നത്. അച്ഛൻ്റെ വചനപ്രസംഗങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടിരുന്നു, ജീവിതങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. സെമിനാരിയുടെ വൈസ് റെക്ടറായും ആനിമേറ്ററായും അച്ഛൻ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളും സമീപന രീതികളും ഞങ്ങളുടെ യാത്രകളിൽ സഹായകരമാകും എന്നുറപ്പാണ്. വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ക്ലാസ് മുറികൾ ആത്മാർത്ഥമായ പഠനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഇടങ്ങളാക്കി അച്ഛൻ മാറ്റിയിരുന്നു. 9 വർഷത്തെ ഒന്നിച്ചുള്ള യാത്ര അവസാനിക്കുകയാണ്. അച്ഛൻ നൽകിയ കരുതലിനും സ്നേഹത്തിനും തിരുത്തലിനും നന്ദി. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. തുടർന്നുള്ള അച്ഛൻ്റെ ദിവ്യബലികളിൽ മേരിമാത എന്ന കുഞ്ഞിനെയും ഓർക്കണമേ, പ്രാർത്ഥിക്കണമേ. നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹമാക്കട്ടെ എന്ന് സ്നേഹത്തോടെ മേരിമാത.